വിവാഹമോചനത്തിനു ശേഷം ടോണിയും റീനയും കോടതിയിൽ നിന്നും പുറത്തിറങ്ങി. ടോണി, എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ. റീന കയറ്. റീനെ, ഇത് നമ്മള് ഒരുമിച്ചുള്ള അവസാന യാത്രയല്ലേ? ഇവിടെ എന്റെ അടുത്ത് വന്നിരുന്നോടെ കുറച്ചു നേരം? റീനെ, 2-3 മാസത്തിനുള്ളിൽ ഞാൻ നിനക്കുള്ള ജീവനാംശം തരാം. വീട് വെക്കേണ്ടി വരും. നിനക്ക് വേണ്ടിയാണല്ലോ ഞാനത് പറഞ്ഞത്. നീ കൂടെ ഇല്ലാത്തപ്പോ എനിക്ക് വീടെന്തിനാ? ടോണി, വീട് വെക്കണ്ട. എനിക്കിപ്പോ ചെറിയൊരു ജോലി ഉണ്ടല്ലോ. എന്റെയും കൊച്ചിന്റെ കാര്യം നോക്കാനൊക്കെ അത് മതി. ടോണി, നമ്മൾ വേർപിരിഞ്ഞു. പക്ഷെ എന്നിട്ടും എന്നെ കരുതലോടെ നോക്കുന്ന ആ ഒരു ശീലം അതിപ്പോഴും മാറിയിട്ടില്ല. ശരിക്കും ഇപ്പൊ 2 വർഷമായില്ലേ? നിനക്ക് എന്നെ മിസ് ചെയ്തായിരുന്നോ? ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞില്ലേ? ഡിവോഴ്സും കിട്ടി. റീന, നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഡിവോഴ്സും പേപ്പറുകളൊക്കെ? അതോർത്ത് നീ പേടിക്കണ്ട, അധികം കീറിക്കളങ്ങല. പരസ്പരം തോറ്റുകൊടുക്കാൻ പഠിക്കുക. അവിടെയാണ് സ്നേഹം വിജയിക്കുന്നത്. പല ബന്ധങ്ങളും തകരുന്നത് സംസാരം കുറയുമ്പോഴാണ്. പുറത്തുള്ളവർക്ക് അവസരം നൽകാതെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങുക. പരിഹരിക്കാൻ കഴിയാത്ത പരാതികൾ ഈ ലോകത്തില്ല.